ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു, അവർ കണ്ടിട്ട് വരട്ടെ എന്ന് കരുതി. ബട്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് നേരെ വന്നത് വല്യമ്മയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ നിന്ന് ഒരു കണ്ണാടി കിട്ടിയതിന്റെ ഷോ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം മണ്ടത്തരമൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൂടി എങ്ങോട്ടെങ്കിലും പോവാന്നുള്ള തീരുമാനത്തിലെത്തി. കുഞ്ഞിലെ മുതൽ പാലോടാണ് എന്റെ സ്ഥലം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. ഈ കൊടും വളവിൽ നേരെ പോയി കുഴിയിൽ വീണ ചരിത്രം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ടിക്കറ്റിനായിട്ട് ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്തപ്പോൾ ഈ പട്ടിയെയും ഈ കുട്ടിയെയും കണ്ടുമുട്ടി. അങ്ങനെ ടിക്കറ്റ് കിട്ടി അകത്ത് കയറി. നല്ല തണുപ്പുണ്ടായിരുന്നു. വളവും തിരിവും ഒക്കെ താണ്ടി വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നപ്പോൾ അവിടെ തങ്ങൾ പറഞ്ഞു 4:30 വരെ ഉള്ളൂ. നമ്മൾ 4:36 ഇവിടെ എത്തി. സ്റ്റെപ്പ് എല്ലാം നടന്നു കയറിയപ്പോൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തളർന്നു. പക്ഷെ മുകളിലത്തെ ആ വാട്ടർഫോൾസ് കണ്ടപ്പോഴേക്കും നല്ല സന്തോഷം തോന്നി. ഇതാണ് മങ്കയം വാട്ടർഫോൾസ്. സോറി, ഇതെന്താണെന്നറിയില്ല. ആ മൊമെന്റ് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പം നമ്മളിവിടെ നിന്ന് പതിയെ തിരിക്കുകയാണ്. ബാക്കിൽ കാണുന്ന ആളുടെ ശ്രദ്ധിക്കണ്ട. ബട്ട് ഇറ്റ് വാസ് നൈസ് ഗൈസ്. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഭ്രാന്തായതാണ്. ഇത് നമ്മുടെ ചിറ്റൂർ പള്ളി. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതാണ് നമ്മുടെ വല്യമ്മയുടെ വീട്. എത്തിയപ്പോൾ കണ്ടത് ഞങ്ങളുടെ ഫാമിലിയുടെ നാഷണൽ ഫുഡായ ചക്ക. ഞാൻ ആരാ നിന്റെ? ചായക്ക് സമൂസയും ഉള്ളിവടയും പഴംപൊരി ഉണ്ടായിരുന്നു. അവിടെ ഒരു കൂട്ടം ആൾക്കാർ ചക്ക കഴിച്ചു. ഞാൻ ചക്ക സൈഡാക്കിയിട്ട് 2 ഗ്ലാസ് നോമ്പ് കഴിഞ്ഞ് കഴിച്ചു. കക്കയുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. പക്ഷേ ഇവിടെ ഇല്ല. ഗൾഫിലാണ്. നോമ്പ് മുറിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഉമ്മ എന്തൊക്കെയോ കൊണ്ടുവച്ചു. അതെല്ലാം കഴിച്ചു. ചില സിറ്റുവേഷനിൽ നമ്മൾ നല്ല പാഠം പഠിക്കും ഗൈസ്. ഇതെന്റെ ചേച്ചിയാണ് ഗൈസ്. അങ്ങനെ നല്ലൊരു ഡേ കഴിഞ്ഞിട്ട് ചേട്ടന്മാർ ബൈ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളും ബൈ പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചേച്ചി ഗൈസ് ബൈ.